നമസ്കാരം, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. 6th സ്റ്റാൻഡേർഡ് ഹിന്ദി ഫസ്റ്റ് ടൈം 2019-2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2 മണിക്കൂർ എക്സാം ടൈമുണ്ട്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഗതിവിധി ഏക ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ. പ്രവർത്തനം 1ൻ്റെ ഉത്തരം നിർബന്ധമായും എഴുതേണ്ടതാണ്. 2 से 6 तक की गतिविधियों में से किन्हीं 4 के उत्तर लिखे. 2 മുതൽ 6 വരെ ഉള്ളതിൽ 4 ഉത്തരം എഴുതേണ്ടതാണ്. ഗതിവിധി ഏക്ക് പ്രവർത്തനം 1 നമുക്ക് നോക്കാം. सूचना खंड के अनुसार प्रश्नों के उत्तर लिखे. मैं रेडियो हूँ. बहुत साल पहले मेरा जन्म हुआ था. मेरे जन्मदाता मार्कोनी है. मैं समाचार, गीत, नाटक आदि सुनाता हूँ. मुख्य रूप से संसार के साधारण लोग मुझे सुनते हैं. बिजली मेरा जीवन है. मैं लोगों की സഹചാരി ഹും. റേഡിയോയെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. യഹ് കഹാനി കിസ്കി ഹെ? समाचार की, बिजली की, टीवी की, റേഡിയോ की. റേഡിയോ ആണ് ആൻസർ, കാരണം റേഡിയോയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തത് സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. रेडियो का जन्म अभी अभी हुआ. रेडियो का जन्म बहुत साल पहले हुआ. रेडियो का जन्म आधुनिक काल में हुआ. रेडियो का जन्म कभी नहीं हुआ. ശരിയായ ഉത്തരം റേഡിയോ കാ ജന്മ ബഹുത് സാൽ പെഹലെ ഹുവ. അത് ഈ ലൈനിലത് വരുന്നുണ്ട്. ബഹുത് സാൽ പെഹലെ മേരാ ജന്മ ഹുവാ ഥാ. നമുക്കിനി അടുത്തത് നോക്കാം. 3rd ക്വസ്റ്റ്യൻ. റേഡിയോ കാ ആവിഷ്കാർ കിസ്നെ കിയ? മാർക്കോണി ने, എഡിസൺ ने, ഗലീലി ने, ന്യൂട്ടൺ ने. ശരിയായ ഉത്തരം മാർക്കോണി ने. മേരെ ജന്മദാത മാർക്കോണി ഹെ. ഇവിടെയാണ് അതിൻ്റെ ആൻസർ ഇവിടെ വരുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ. मुख्य रूप से रेडियो का उपयोग कौन करता है? संसार के अमीर लोग, संसार के साधारण लोग, संसार के भूखे लोग, संसार के नेता लोग. ശരിയായ ഉത്തരം संसार के साधारण लोग. ഇതിൻ്റെ ആൻസർ ഈ ലൈനിലാണ് വരുന്നത്. मुख्य रूप से संसार के साधारण लोग मुझे सुनते हैं. ഇനി അടുത്തത് 5th വൺ. रेडियो का जीवन क्या है? हवा, पानी, बिजली, मिट्टी. ശരിയായ ഉത്തരം ബിജ്ലിയാണ്. ബിജ്ലി മേര ജീവൻ ഹെ. ഇവിടെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമുക്കിനി പ്രവർത്തനം 2 നോക്കാം. गतिविधि 2. सूचना കവിതാംശ പട്ടേ और नीचे लिखे प्रश्नों के उत्तर लिखे. കവിത വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിത നോക്കാം. प्यारी प्यारी चिड़िया रानी, चह चह कहकर उड़ती रानी, डाल डाल पर बैठती रानी, फूल फूल पर जाती रानी, प्यारी प्यारी चिड़िया रानी. क्वेश्चंस നോക്കാം. चिड़िया रानी कहाँ बैठती है? चिड़िया रानी डाल पर बैठती है. കവിത കാ ആശയ ലിഖെ. കവിത വായിച്ചിട്ട് അതിൻ്റെ ഒരു ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം. ഇസ് കവിത മേ एक प्यारी चिड़िया रानी के बारे में बताया है. इस चिड़िया रानी चह चह कहकर उड़ती है, रानी डाल डाल पर बैठती है और फूल फूल पर जाती है. गतिविधि 3. सूचना पोस्टर तैयार करें. इस साल अपने स्कूल पर 5 जून को पर्यावरण दिवस मनाए होंगे. इस सिलसिले में आपने क्या क्या किए थे? समारोह का उद्घाटन किसने किया था? क्या आपने पेड़ लगाए थे? समारोह में कौन कौन आए थे? 5 जून के पर्यावरण दिवस समारोह का एक പോസ്റ്റർ തയ്യാർ കരേ. ഇതിൽ പരിസ്ഥിതി ദിനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മൾ ആദ്യം എഴുതണം. അതിനുശേഷം കുട്ടികൾ പോസ്റ്റർ കൂടി ചെയ്യേണ്ടതാണ്. അതായത് പരിസ്ഥിതി ദിനത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റർ കൂടി ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതിൻ്റെ ആൻസർ ആദ്യം നോക്കാം.
5 जून पर्यावरण दिवस पर पोस्टर मेकिंग, पर्यावरण निगरानी और वृक्षारोपण की गतिविधियों का आयोजन किया गया। पर्यावरण दिवस पर मैंने भी एक पौधा लगाया। पर्यावरण दिवस समारोह पर प्रधान अध्यापिका ने उद्घाटन किया। पर्यावरण दिवस पर वार्ड पार्षद और बच्चों के माता पिता ने भी भाग लिया। ഇനി പോസ്റ്റർ നോക്കാം. ജൂൺ 5 पर्यावरण दिवस. അങ്ങനെ ആദ്യം ഒരു ഹെഡിങ് ആദ്യം കൊടുക്കുക. അതിനുശേഷം താഴെ पर्यावरण की रक्षा के लिए पेड़ लगाओ, देश बचाओ, दुनिया बचाओ അങ്ങനെ കൊടുക്കുക. ഇപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ പോസ്റ്റർ അറിയാമെങ്കിൽ അത് എഴുതിയാലും മതി. പിന്നെ ഡ്രോയിങ്സ് അറിയാമെങ്കിൽ, അതായത് പരിസ്ഥിതി ദിനത്തിനെ കുറിച്ചുള്ള ഡ്രോയിങ്സ് അറിയാമെങ്കിൽ കുട്ടികൾക്ക് അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഗതിവിധി 4 നമുക്ക് നോക്കാം. 4 सूचना. चित्रकथा के चित्रों को पहचाने और वाक्यों को क्रमबद्ध करे. കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. मिट्टू बिल्ली एक दिन रसोई के कोने में से एक चूहे को पकड़ने दौड़ी. ഇതാണ് ഫസ്റ്റ് പിക്ചറിൽ വരുന്നത്. ചൂഹ ദോഡ്കർ അലമാരി കെ നീച്ചെ ചിപ്കയ. സെക്കൻഡ് പിക്ചറിൽ വരുന്നത് ഇതാണ്. ഫിർ വഹ് മട്കെ കെ പീച്ചെ സെ ഘുസ്കയ. തേർഡ് പിക്ചറിൽ വരുന്നത് ഇതാണ്. ബില്ലി ചൂഹെ കോ പകഡ്നെ ലഗി തോ മട്ക ടൂട്ട. ഫോർത്ത് പിക്ചർ, ഫിഫ്ത്ത് വണ്. മാതാജീനെ ചാഡു സെ ബില്ലി കോ മാറ. ഇതാണ് കറക്റ്റ് ഓർഡറിലായിട്ടുള്ളത്. गतिविधि 5 सूचना. കവിതാംശ പട്ടേ ഓർ നീച്ചെ ലിഖേ പ്രശ്നോं के उत्तर लिखे. കവിത കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിത നോക്കാം. वर्ष आई ठंडी ठंडी बूंदे आई, छम 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 बिजली आई, वर्ष आई. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കവിതാംശ മേ പങ്ക്തിയോ ജോഡെ. ഇവിടെ ഒരു കവിത കൂടി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ലൈന് കൊടുത്തിട്ടുണ്ട്, ബാക്കി ലൈന് കുട്ടികൾ വേണം അത് ഫിൽ ചെയ്യാൻ. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് അവിടെ ഫിൽ ചെയ്താലും മതി. കാല ബാദൽ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതാണ് ഇവിടെ ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാല കാല ബാദൽ ആയ. നെക്സ്റ്റ് ലൈനിൽ ഇവിടെ ക്രോം ക്രോം മേധക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്രോം 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 മേധക് ആയ അങ്ങനെ കൊടുക്കാം. സെക്കൻഡ് ലൈനിൽ ബെഹത്ത ബെഹത്ത പാനി. ഇവിടെ നമുക്ക് ബെഹത്ത ബെഹത്ത പാനി ആയ അങ്ങനെ കൊടുക്കാം. പിന്നെ കൊടുത്തിരിക്കുന്നത് നാച്ത നാച്ത മോർ. ഇവിടെ നമുക്ക് നാച്ത നാച്ത മോർ ആയ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. കാല കാല ബാദൽ ആയ, ക്രോം 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 മേധക് ആയ, ബെഹത്ത ബെഹത്ത പാനി ആയ, നാച്ത നാച്ത മോർ ആയ. ഇനി നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. കവിതാംശ മേ കിസ്കെ ആനെ കെ ബാരെ മേ കഹാ ഗയാ ഹെ? ഹവ, ധൂപ്, വർഷ്, ധുആ. വർഷമാണ് ശരിയായിട്ടുള്ള ആൻസർ. കാരണം ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് വർഷിനെ കുറിച്ചാണ്, അതായത് മഴയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ. കവിതാംശ് കെ ലിയേ ശീർഷക് ദേ. കവിതയ്ക്ക് ഒരു ശീർഷകം, അതായത് ഒരു തലക്കെട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വർഷ കാ ആഗമൻ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ബാരിഷ് കാ ആഗമൻ അങ്ങനെ കൊടുക്കാം. കുട്ടികൾക്ക് അറിയാമെങ്കിൽ അത് എഴുതിയാലും മതി. नेक्स्ट गतिविधि 6 सूचना. चित्र देखे और प्रश्नों के उत्तर लिखे. ചിത്രം നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്ര के आधार पर विवरण तैयार करें. कम से कम 4 വാക്യ. ചിത്രം നോക്കിയിട്ട് ഒരു വിവരണം തയ്യാറാക്കുക. 4 വാക്യങ്ങളെങ്കിലും കുറഞ്ഞത് ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് വിവരൺ കെ ലിയേ ഉചിത് ശീർഷക് ദേ.
വിവരണം ചെയ്യുമ്പോൾ ഉചിതമായ ഒരു തലക്കെട്ട് കൂടി കൊടുക്കണം, ഉചിതമായ ഒരു ശീർഷകം കൂടി കൊടുക്കേണ്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഇസ് ചിത്ര में एक किसान खेत पर काम कर रहा है. चित्र में बारिश गिरते देख सकते हैं. सूरज के चमक देख सकते हैं. आसमान में गड़े इंद्रधनुष को देख सकते हैं. ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് മഴവില്ലിനെയാണ്. ഇപ്പോൾ ചിത്രം നോക്കിയിട്ട് കുട്ടികൾക്ക് കുറച്ച് പോയിൻറ്റ്സ് കൂടി എഴുതാൻ പറ്റുമെങ്കിൽ അതുകൂടി അത് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിവരൺ കെ ലിയേ ഉചിത് ശീർഷക് ദേ. ഒരു തലക്കെട്ട് കൊടുക്കാനാണ്, ഒരു ശീർഷകം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ കൊടുക്കാം, കിസാൻ ഹമാര അന്നദാത, അങ്ങനെ കൊടുക്കാവുന്നതാണ്.